യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മുഖത്തും ദൈവത്തിന് മുഖത്തും ദൈവത്തിന് മുഖത്തും നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹാലേലൂയ ഹാലേലൂയ. രക്തം ജയം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് നമ്മുടെ പദ്യത്തിൽ ആരിപ്പ സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയുടെ ജീവിതത്തിനും ഒരുക്കി തന്ന മഹത്ഭാഗ്യത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി, ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിൻ്റെ കരുതനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അളവുകൂടാതെ നമ്മെ സ്നേഹിക്കുന്ന യേശു കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുക. ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മെ അതിശയമായിട്ട് അത്ഭുതകരമായിട്ട് നമ്മെ നടത്തുന്ന എല്ലാ ദൈവത്തിൻ്റെ പരിപാലനത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം. ഈ പൽക്കാലവും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുവാനായിട്ട് ഇടയായിത്തീരും. നാം തളർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നമ്മെ കരം പിടിച്ചിരിക്കുന്ന കർത്താവ് വിശ്വസ്തന. ഹല്ലേലൂയ. വാക്കുമാറാത്ത ദൈവം നമ്മെ എത്തിക്കേണ്ടടുത്ത് കൊണ്ടെത്തിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. സ്തോത്രം. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ പൽക്കാലം നിയമം ജയത്തോടെ നടത്തുമാറാകട്ടെ. ആമേ. തിരുവചന ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാം. സ്തോത്രം. നിന്റെ ജീവിതത്തിൽ ശത്രു തിന്മയ്ക്കായി കൊണ്ടുവരുന്നതിനെ ദൈവം നന്മയ്ക്കാക്കി തീർക്കും. അതേ, ചില മാനുഷിക പ്രവർത്തിക ദോഷമുള്ളതായിരിക്കാം നിന്റെ ജീവിതത്തിനകത്ത്. ഹല്ലേലൂയ. എന്നാൽ ആ ഓരോ ദോഷപ്രവർത്തികളെയും എൻ്റെ ദൈവം നന്മയ്ക്കാക്കി തീർക്കും. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെതിരെ ലേഖനം 8:28 പറഞ്ഞു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പ്രിയ ദൈവത്തിലെ നിന്റെ നാശത്തിനായിട്ട്, നിന്റെ തിന്മയ്ക്കായിട്ട്, നിന്റെ പരാജയത്തിനായിട്ട്, നിന്റെ തോൽവിക്കായിട്ട് മറ്റുള്ളവർ കൊണ്ടുവന്നതിനെ എൻ്റെ ദൈവം നന്മയ്ക്കാക്കി തീർക്കും. ഈ പകൽക്കാലം വിശ്വസിക്കുക. അത് ജീവിതത്തിൽ കടന്നു വരുന്ന പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, ഒന്നിനു പിറകെ ഒന്നായി കടന്നു വരുന്ന ചില പ്രവർത്തികളെ കണ്ടുകൊണ്ട്, അത് ഈ മനുഷ്യരുടെ ദോഷപ്രവർത്തികളെ കണ്ടുകൊണ്ട് നിരാശപ്പെട്ടു പോകണ്ട. കാരണം ആ ഓരോ പദ്ധതിയെ ദൈവം തമ്പുരാൻ നിന്റെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങളിലേക്കുള്ള എൻട്രിയാക്കി ദൈവം ചേഞ്ച് ചെയ്യിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരുക. വിശ്വസിക്കുക. ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ 37 അധ്യായത്തിൽ കടന്നു 18 വാക്യത്തിൽ പറയുന്നു, അവർ അവനെ ദൂരത്തുനിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിനെ അവൻ അടുത്തു വരും മുമ്പേ അവന് വിരോധമായി ദുരാലോചന ചെയ്തു. ആമീൻ. സ്തോത്രം. സ്വന്തം സഹോദരങ്ങൾ ജോസഫിനെതിരായിട്ട് ദുരാലോചന ചെയ്യുന്ന ഒരു മേഖലയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. വേറെ മറ്റൊരു കാര്യവുമില്ല. താൻ ഒരു സ്വപ്നം കണ്ടോ എന്ന കാര്യം തൻ്റെ സഹോദരങ്ങളോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഇത് പറയുവാനായിട്ട് ഇടയായി തീർന്നപ്പോൾ എന്ത് ചെയ്യുന്നു? അവർക്കതിനെ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. കാരണം അവരെക്കാട്ടി ഇളയ സഹോദരനാണ്. അതിൽ മുതിർന്നവർ ഒത്തിരി പേരുണ്ട്. അവരാരും കാണാത്ത ഒരു കാര്യം ജോസഫ് കണ്ടു എന്ന് കാണുവാനായിട്ട് ഇടയായി തീർന്നപ്പോൾ അവർ അധികം അവനെ പകച്ചു എന്ന് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവനെ കളിയാക്കുന്നുണ്ട്, അവരെ പരിഹസിക്കുന്നു. ഇങ്ങനെ വല്ലാത്തൊരു സിറ്റുവേഷനിൽ കൂടി ജോസഫ് കടന്നു പോകുന്ന ഒരു അനുഭവത്തെ കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ജോസഫ് അപ്പൻ പറയുന്നുണ്ട്, നിന്റെ സഹോദരന്മാരെ ക്ഷേമാന്വേഷണത്തിനായിട്ട് പോകുവാനായിട്ട് പറയുന്ന ഒരു സാഹചര്യത്തെ അവൻ അപ്പൻ്റെ വാക്കനുസരിച്ച് ആ വീട് വിട്ട് ഇറങ്ങുന്ന ഒരു അനുഭവം. അവിടെ നിന്ന് തൻ്റെ സഹോദരങ്ങളെ കാണേണ്ടതിനായിട്ട് ദൂരെ പോകുമ്പോൾ ദൂരത്ത് നിന്ന് തന്നെ തൻ്റെ സഹോദരങ്ങൾ തന്നെ തിരിച്ചറിയുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ നിന്ന് ദൂരത്ത് നിന്ന് കണ്ടു മനസ്സിലാക്കി തൻ്റെ സഹോദരൻ ഒറ്റയ്ക്കാ വരുന്നത്. അപ്പോൾ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അവനെ കൊല്ലേണ്ടതിനെ അവൻ അടുത്തു വരും മുമ്പേ അവന് വിരോധമായി ദുരാലോചന ചെയ്തു. അപ്പോൾ സ്വന്തം സഹോദരനെ, തൻ്റെ കൂടപ്പറപ്പിനെ എങ്ങനെയും കൊന്നുകളയണം. അവരുടെ ചിന്ത മറ്റൊന്നുമില്ല. എന്നവർ പറയുന്നുണ്ട്, അതാ സ്വപ്നക്കാരൻ വരുമെന്ന് അവനെ കൊന്നു കുഴിച്ചിടുക, ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു എന്ന് പറയാം. അവൻ്റെ സ്വപ്നം എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ.
ജോസഫിന് എതിരായിട്ടുള്ള ഒരു നീക്കമല്ല, മറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ജോസഫിനോടുള്ള ഒരു വിരോധമല്ല, മറിച്ച് നമുക്ക് കാണുവാനായിട്ട് സ്വപ്നത്തിനോടുള്ള ഹല്ലേലൂയ, അവൻ്റെ മേൽ ദൈവം കൈമാറിയ സ്വപ്നത്തിനോടുള്ള ഒരു എതിർപ്പ അവനെ കൊന്നു കളയുവാനായിട്ട് സഹോദരങ്ങൾ പദ്ധതി ഇടുവാനായിട്ട് ഇടയത്തീർന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലം പറയട്ടെ, നിന്റെ മേൽ മറ്റാരുടെ മേൽ കൈമാറാത്ത ചില വാഗ്ദത്തങ്ങൾ, ചില ദൈവിക പദ്ധതികൾ, ചില ദൈവിക ദർശനങ്ങൾ നിന്റെ മേൽ കൈമാറിയിട്ടുണ്ടോ? ആർക്കുമില്ലാത്ത ചില പ്രതികൂലങ്ങൾ ഉണ്ടായിരിക്കാം. നിന്റെ ഭവനത്തിനകത്ത് നിന്ന് നിനക്ക് ഇടർച്ചകൾ ഉണ്ടായിരിക്കാം. നിന്റെ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് ഇടർച്ചകൾ ഉണ്ടായിരിക്കാം. നിനക്കെതിരായി പലരും ദുരാലോചനകൾ ചെയ്തെന്ന് വന്നിരിക്കാം. പക്ഷെ ഈ പകൽക്കാലത്ത് ഞാൻ വിളിച്ചു പറയട്ടെ, ആരെല്ലാം നിനക്കെതിരെ ദുരാലോചന ചെയ്താലാ, ആരെല്ലാം നിന്റെ സ്വപ്നത്തിൽ നിന്ന്, ദൈവം കൈമാറിയ ദർശനത്തിൽ നിന്ന്, ദൈവം കൈമാറിയ വാഗ്ദത്തത്തിൽ നിന്ന് എന്തായി തീരുമെന്ന് കാണാമെന്ന് പറഞ്ഞ് അതിനെതിരെ എന്തെല്ലാം നിനക്കെതിരെ തൊടുത്തു വിട്ട് കഴിഞ്ഞാലോ, വാഗ്ദത്തം തന്നത് സ്വർഗത്തിലെ ദൈവമാണോ? നിന്റെ മേൽ ദർശനം കൈമാറിയത് സ്വർഗത്തിലെ ദൈവമാണോ? നിന്റെ മേൽ ദൈവിക പദ്ധതികൾ ഇട്ടത് സ്വർഗത്തിലെ ദൈവമാണോ? അതിനെ ആർക്കും തകർക്കാൻ കഴിയത്തില്ല. അതിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇപ്പോഴക്കാലം പ്രതികൂലങ്ങളെ കണ്ട് നീ ഭാരപ്പെടുവാനല്ല, പ്രതിസന്ധികളെ കണ്ട് ഭാരപ്പെടുവാനല്ല, നിന്നോട് കൈമാറിയ ദർശനത്തിൽ നീ ഉറച്ചു നിൽക്ക. നീ എന്താണ് പ്രാപിച്ചത് ദൈവസന്നിധിയിൽ, അതിലേക്ക് നിന്റെ ഫോക്കസ് വയ്ക്കുവാൻ തയ്യാറാക്കുക. അതിലേക്ക് നിന്റെ കണ്ണുകളെ പതിപ്പിക്കുവാൻ തയ്യാറാക. അവിടെ കൊണ്ട് എത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ചില മേഖലയിൽ കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് തോന്നിയിരിക്കുക ഇവിടെ കൊണ്ട് തീരും, ഇവിടെ കൊണ്ട് അവസാനിക്കുക, ഇനി എങ്ങനെ എന്ന്. കാരണം ജോസഫിന്റെ ജീവിതത്തിൽ കടന്നു വന്നതെല്ലാം അതാണ്. അവൻ കണ്ട ദർശനത്തെ, അവനെ കണ്ട സ്വപ്നത്തിനല്ല, വിപരീതമായ ഓരോ ഘട്ടങ്ങളാണ് തന്റെ മുമ്പാക്കി കടന്നു വന്നത്. പക്ഷെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, അതിനെയൊക്കെയും എന്റെ ദൈവം എന്ത് ചെയ്തു? അവിടെ ഒതുക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അതാണ് നമുക്ക് ഏറ്റവും വലിയ ചിന്തിക്കേണ്ട ഒരു കാര്യം. പൊട്ടക്കിണറിലിടുമ്പോ ആ പൊട്ടക്കിണർ കൊണ്ട് എന്ത് ചെയ്യുന്നു? അവിടെ ജോസഫിനെ ഒതുക്കുന്നില്ല. അവിടെ നിന്ന് കയറ്റുവാനായിട്ട് മറ്റൊരു സഹോദരന്റെ ഉള്ളിൽ പ്രേരണ കൊടുക്കുന്നു. അത് ആ പറയുന്നത്, വാഗ്ദത്തമുള്ളവനെ ഒരിടത്തായിട്ട് ഒതുക്കിയിടാൻ കഴിയത്തില്ല. ദൈവം ആരെങ്കിലും അവിടെ തട്ട് ഉണർത്തുവാനായിട്ടിടയെത്തരും. അവിടെ നിന്ന് ഇസ്മായേൽ കച്ചവടക്കാരുടെ അടുക്കിലേക്ക് എത്തുന്ന ഒരു അനുഭവം കാണുവാൻ സാധിക്കുന്നു. അവിടെ നിന്ന് വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, പോത്തിഫറിന്റെ ഭവനത്തിലേക്ക് എത്തുന്നുണ്ട്. അതേ പ്രിയ ദൈവമക്കളെ, നമുക്കിവിടെ കാണും, അവന്റെ സഹോദരന്മാരുടെ അസൂയയുടെയും ക്രൂരതയുടെയും ഫലമായിട്ട് അവൻ വളരെയധികം കഷ്ടത അനുഭവിക്കേണ്ടി വന്നു. ഒറ്റ കാര്യമേ ഉള്ളൂ, അസൂയ, പക. ഇവന്റെ സ്വപ്നം എന്തായിത്തീരും, ഇവന്റെ മുമ്പിൽ ചെന്ന് കുമ്പിട്ട് നിൽക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇതെങ്ങനെയാ, തന്റെ സ്വന്തം ഏറ്റവും ഇളയ അനിയനാ. അപ്പോൾ ഇത് അവർക്ക് അങ്ങോട്ട് ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ദൈവിക വാഗ്ദത്തമുള്ള പ്രിയ ദൈവ പൈതലേ, നിന്റെ മേൽ കിടക്കുന്ന ചില വാഗ്ദത്തങ്ങൾ മറ്റുള്ളവർ അറിയുമ്പോ അവർക്കത് ഉൾക്കൊള്ളണമെന്നില്ല, അവർക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയത്തില്ല. പക്ഷേ നിന്റെ സാഹചര്യങ്ങളോ നിന്റെ കഴിവോ നിന്റെ സാമർഥ്യമോ നോക്കിയല്ല ദൈവം നിന്റെ മേൽ ചിലത് കൈമാറുന്നത്. നിന്നെ വിശ്വസ്തനെന്ന് കണ്ടുകൊണ്ട് നീ ചിലതിനകത്ത് കൂടെയൊക്കെ കടന്നു പോകുമ്പോഴും നീ ദൈവത്തെ മാനിച്ച്, ദൈവത്തെ ബഹുമാനിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമെന്ന് എന്റെ ദൈവത്തിന് അറിയാം. അത് അറിഞ്ഞിട്ടാ ദൈവം നിന്റെ മേൽ ചിലത് കൈമാറുവാനായിട്ട് ഇടയായി തീരുന്നത്. സ്തോത്രം. എല്ലാവരുടെ മേലും എല്ലാം ദൈവം കൈമാറുകയില്ല. ദൈവത്തിനറിയാം ഏത് പ്രതിസന്ധിയുടെ നടുവില് നിന്നെ വലിച്ചെറിഞ്ഞു കൊടുത്താലും നീ ദൈവത്തെ തള്ളി പറയത്തില്ല. ദൈവത്തിന്റെ സന്നിധിയെ ദൈവത്തെ മാനിച്ചുകൊണ്ട് നിൽക്കുമെന്ന് ദൈവത്തിന് ഉത്തമമായി ബോധ്യമുള്ളതിനെ ദൈവം എന്ത് ചെയ്യുന്നു? ചിലത് കൈമാറുവാനായിട്ടിടയെത്തരും. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കാം, ആർക്കും കൈമാറാത്ത ചിലത് നിന്റെ മേൽ ദൈവം കൈമാറിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം എത്ര. സ്തോത്രം. നാളുകളായിട്ട്, ചില വർഷങ്ങളായിട്ട് ചിലത് നീ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. ചില പ്രയാസഘട്ടങ്ങൾ ഇതിൽ കൂടി നീ കടന്നു പോകുന്നുണ്ടായിരിക്കാം. ഉള്ളിന്റെ ഉള്ളിൽ ചില പ്രതികൂലങ്ങൾ ഒന്ന് മാറി ഒന്നായിട്ട് ഓരോ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, കർത്താവേ, എന്റെ മേൽ കൈമാറിയ സ്വപ്നം ഇതല്ലോ, എന്റെ മേൽ കേൾപ്പിച്ച ദൈവിക ശബ്ദം ഇതല്ലോ, പിന്നെ ഇനി ഇതെന്നാ?
എന്നാ ഇത് നടക്കാൻ പോകുന്ന എന്ന ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളങ്ങളിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വരുമ്പോ ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ മേൽ കൈമാറിയ വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണത്തിന്റെ ഒരു വർഷം അത്രേ. സ്തോത്ര. ചിലതിലേക്ക് ദൈവം കൊണ്ട് എത്തിക്കുന്ന ഒരു വർഷമെന്ന് ഈ പകൽക്കാലം വിശ്വസിക്കുക. അതങ്ങനെ സംഭവിക്കുവാനായിട്ടിടയെ തീരും. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, തന്റെ സഹോദരങ്ങളുടെ ദോഷപ്രവർത്തികൾ, അവനോടുള്ള അസൂയകൾ, ഇതെല്ലാം ചെയ്യുന്ന നിമിത്തം താൻ ഒത്തിരി കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നു. സ്തോത്രം. അവനെ അടിമയാക്കി അവിടെ വിൽക്കുന്ന ഒരു അനുഭവത്തെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ നിന്ന് അവൻ മിസ്രൈമിൽ പോത്തിഫറിന്റെ അടിമയായി തീരുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു. അവിടെ മിസ്രൈമിലും ഒരു ദൈവഭയമുള്ള ജീവിതത്താൻ കാഴ്ചവെക്കുമ്പോ അവനെ എന്ത് ചെയ്യുന്നു? അവനെ കുറ്റാരോപണം നടത്തിക്കൊണ്ട് അവനെ കാരാഗൃഹത്തിൽ അടയ്ക്കുന്ന ഒരു അനുഭവം അവന്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധിക്കുന്നു. എന്നാൽ ഇതിലെല്ലാം നമുക്ക് നോക്കുമ്പോ ഇവിടെ ഒക്കെയും സർവശക്തനായ ദൈവം ജോസഫിന്റെ കൂടെ ഇരുന്നു. അത് മാത്രമല്ല, തന്റെ ദൈവത്തിന്റെ ഹിതം നിറവേറ്റുവാനായിട്ടുള്ള ഒരു മാർഗമാക്കി ദൈവം മാറ്റുവാനായിട്ട് തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലം പറയട്ടെ, ശത്രു നിന്റെ ജീവിതത്തിനകത്ത് കൊണ്ടുവരുന്ന ഓരോന്നിനെയും ദൈവത്തിന്റെ ഹിതം നിന്റെ ജീവിതത്തിൽ നിറവേറ്റുവാനായിട്ടുള്ള ഒരു പദ്ധതിയാക്കി ദൈവം തമ്മിൽ മാറ്റുവാനായിട്ടിടയെ തീരും, ചേഞ്ച് ചെയ്യിപ്പിക്കുവാനായിട്ടിടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, എന്റെ ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുവാനായിട്ടിടയെ തീരും. ഇന്നത്തെ നിന്റെ ചിലപ്പോൾ വേദനകൾ കാണുമായിരിക്കാം, പ്രയാസങ്ങൾ നീ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. ജോസഫിന്റെ ജീവിതത്തെ കാണുവാൻ സാധിക്കുന്നു. ഒത്തിരി വേദനയുടെ അനുഭവം കൂടെ കടന്നുപോയി, പ്രയാസങ്ങളുടെ അനുഭവത്തിൽ കൂടി കടന്നുപോയി. പക്ഷെ അവിടെ ഒക്കെയും താൻ ദൈവത്തെ മുറുകെ പിടിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഓരോ ഘട്ടങ്ങളിലായിട്ട് താൻ വളരെയധികം വേദനിക്കുന്ന തന്റെ ആ യൗവന പ്രായത്തിൽ ഒരിക്കലും നിൽക്കാൻ പാടില്ലാത്ത ഇടത്തേക്ക് തന്നെ കൊണ്ട് നിർത്തുന്ന ഒരു അനുഭവമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പക്ഷെ അവിടെ ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, താൻ ഒറ്റയ്ക്കല്ല, വാഗ്ദത്തം കൊടുത്ത ദൈവം കൂടെയിരുന്നു. ആ വാഗ്ദത്തത്തിലേക്ക് എത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവ പൈതലേ, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അത് നാം ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോ എന്ത് ചെയ്യുന്നു? ഒന്നിനകത്തേക്ക് നമ്മെ ഒതുക്കത്തില്ല. അടുത്തൊരു ഘട്ടം ദൈവം തുറക്കും. എന്തിനെന്ന് ചോദിച്ചാ, നിന്നെ അവിടെ ഒതുക്കേണ്ടതല്ല, നിന്നെ മിസ്രൈമിൽ ദൈവം രണ്ടാമനാക്കി നിർത്തുമെന്ന് ജോസഫിന്റെ മേൽ വാഗ്ദത്തം കടക്കുമ്പോ മിസ്രൈമിൽ എത്തിക്കുക എന്നത് ദൈവത്തിന്റെ പദ്ധതിയാ. പക്ഷേ ശത്രു അതിനെ പദ്ധതി ഇടുമ്പോ ശത്രുവിന് അറിയത്തില്ല ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറാ പോകാൻ പോകുന്നെന്ന്. അങ്ങനെ നിന്റെ ജീവിതത്തിനകത്ത് ചിലയിടത്തേക്ക് നീ എത്തുമ്പോ ശത്രുമണ്ഡലത്തിന് തിരിച്ചറിയാൻ കഴിയത്തില്ല. അയ്യോ, ഞാൻ അവിടെ അവനെ കൊണ്ട് എത്തിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് അവന്റെ വാഗ്ദത്തം എന്ന്. ഹല്ലേലൂയ. ശത്രുവിന് പദ്ധതി ഇടാനേ അറിയാവൂ, അതിന്റെ പൂർത്തീകരണം വരുത്താനായിട്ട് അറിയത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം വിശ്വസിക്കുക, നിന്റെ ജീവിതത്തിന്റെ എന്തെന്ന് പറയുന്നത് ശത്രുവിന്റെ ഹിതപ്രകാരം ആയിരിക്കത്തില്ല, ദൈവത്തിന്റെ ഹിതപ്രകാരമായിരിക്കും സ്തോത്രം നടക്കാൻ പോകുന്നത്. ശത്രു പലതും ആരംഭിച്ചു കൊള്ളട്ടെ, പക്ഷേ നിന്റെ ജീവിതത്തിന്റെ അവസാനം അല്ലെങ്കിൽ നിന്റെ ടേണിങ്ങിന്റെ എന്തെന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹിതപ്രകാരം മാത്രമുള്ളതായിരിക്കും. സ്തോത്രം. അവിടെയാ ദൈവം കൊണ്ട് എത്തിക്കത്തുള്ളൂ, അവിടെയാ ദൈവം നിന്നെ നിർത്തുവാനായിട്ട് ഇടയായി തീരത്തുള്ളൂ. ഹല്ലേലൂയ. ഈ ഓരോ ഘട്ടങ്ങളിലേക്ക് നമുക്ക് ജോസഫിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ വളരെയധികം വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ. സ്വന്തം സഹോദരങ്ങളാ തന്നെ പൊട്ടക്കിണറ്റിലേക്ക് ഇടുന്നത്. അവിടെ കൊണ്ട് അവൻ തീരാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ രൂപേന്റെ ഉള്ളിൽ ഒരു പ്രേരണ കൊടുത്തു, ഇവനെ ഇസ്മായേലിന്റെ കരത്തിലേക്ക് കൊടുക്കാം. അവിടെ നിന്ന് അവന് വലിച്ചു കയറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഹല്ലേലൂയ, ദൈവിക വാഗ്ദത്തം ഉള്ളവനെ ഒരിടത്ത് ഒതുക്കുവാനായിട്ട് കഴിയത്തില്ല. അവിടെ നിന്ന് കയറ്റും, ഓരോന്നിടത്ത് അടുത്തൊരിടത്തേക്ക് കയറ്റി വിടുന്നുണ്ട്. ഓരോ ടേണിംഗ് ആയിട്ട് ഓരോ സ്റ്റെപ്പ് വഴിയായിട്ട് ജോസഫിനെ കൊണ്ടെത്തിച്ചത് എവിടെയാണോ അവന്റെ സ്വപ്നം നിറവേറുമെന്ന് പറഞ്ഞത് അവിടേക്ക് ദൈവം കൊണ്ട് എത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം നീ നിരാശപ്പെട്ടു പോകണ്ട, നീ ഭാരപ്പെട്ടു പോണ്ട. ഒരു പ്രശ്നം നിന്റെ ജീവിതത്തിനകത്ത് തീർന്നു എന്ന് പറയുന്ന ഇടത്ത് നിന്നുകൊണ്ടായിരിക്കാം അടുത്ത പ്രശ്നം തലപൊക്കുവാൻ തുടങ്ങുന്നത്.
എന്തേ കർത്താവ് എന്ന് ചോദിച്ച് നിരാശപ്പെട്ടു പോകണ്ട. കാരണം നിന്റെ എൻട്രി എന്ന് പറയുന്നത്, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദൈവിക വാഗ്ദത്തങ്ങളിലേക്കുള്ള അടുത്തൊരു സ്റ്റെപ്പാ. നാം അതിൽ കൂടെ കടക്കുമ്പോൾ നമുക്ക് പറയാനോ നമുക്ക് മനസ്സിലാകണമെന്നോ ഇല്ല. പക്ഷേ ഹല്ലേലൂയ എന്ന് അവസാനിച്ച് നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ ഇതിനു വേണ്ടിയായിരുന്നു എന്ന്. അതുകൊണ്ട് ഈ പകൽക്കാലം ഈ ശബ്ദം കേൾക്കുമ്പോൾ ജീവിതത്തിന്റെ ഒന്നിനു പിറകെ ഒന്നായിട്ട് ചില കഷ്ടതകൾ കടന്നു വരുന്നുണ്ടെങ്കിൽ, ചില പ്രതികൂലങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ നിന്റെ ഭവനത്തിനകത്ത് നിന്ന് തന്നെയായിരിക്കാം ചില ദോഷപ്രവൃത്തികൾ നിന്റെ ജീവിതത്തിനകത്ത് ഉണ്ടാകുന്നത്. തന്റെ സ്വന്തം സഹോദരങ്ങളാലാണ് സ്തോത്രം തന്റെ ജീവിതത്തിനെതിരെ പ്രശ്നങ്ങൾ കടന്നു വരുന്നത്. സ്തോത്രം. അതാ നമുക്ക് വെളിയിൽ നിന്നുള്ളവരിൽ നിന്നാവുമ്പോ നമുക്കതിൽ ഉൾക്കൊള്ളാൻ കഴിയും. പക്ഷേ തന്റെ സ്വന്തം സഹോദരങ്ങളിൽ നിന്ന് ഉണ്ടാകുമ്പോ ജോസഫിന് അത് സഹിക്കാൻ കഴിയത്തില്ല. പക്ഷേ നമുക്ക് കാണുവാൻ കഴിയും തന്റെ മേൽ കൈമാറിയ സ്വപ്നം എന്താണ്? തന്റെ സഹോദരങ്ങള് തന്റെ അപ്പനൊക്കെ തന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു അനുഭവം. പ്രിയ ദൈവമക്കളെ, നിന്റെ മേൽ കടക്കുന്ന ദൈവിക വാഗ്ദത്തം വലുതാണോ? നീ ചിലതിന് വില കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ. ആ വില എന്ന് പറയുന്നത് നിന്നെ തകർക്കാൻ നോക്കിയ, നിനക്കെതിരായി ഗൂഢാലോചന ചെയ്ത, നിനക്കെതിരായി രഹസ്യ അജണ്ട ഒരുക്കിയവർക്ക് ദൈവം നിന്നെ ഒരു അനുഗ്രഹമാക്കി തീർക്കും. ഹല്ലേലൂയ. അതാ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഒരു പകയോ വിദ്വേഷമോ ഒന്നും വയ്ക്കാതെ ജോസഫ് തന്റെ സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ തുടങ്ങി. സ്തോത്രം. നമുക്കറിയാം, നമുക്കെതിരായി ആരെങ്കിലും ഒന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവരെ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയത്തില്ല. അവരൊരു കഷ്ടത അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങൾ പറയും അവർ ചെയ്ത ദോഷപ്രവൃത്തികൾ കൊണ്ട് അവരെ ദൈവം ശിക്ഷിച്ചതാണെന്നൊക്കെ പറയും. പക്ഷേ സ്വപ്നം കിട്ടിയ ജോസഫിന് അറിയാം എന്താ, ഈ സഹോദരങ്ങൾക്കൊക്കെയും ഞാൻ ഒരു അനുഗ്രഹമായി തീർന്നു വരുന്ന ഒരു ടൈമുണ്ട്. ഞാൻ നിങ്ങൾ ചിലത് തിരിച്ചറിയണം. നാം മറ്റുള്ളവരോട് കോപിക്കാനല്ല, മറ്റുള്ളവരോടുള്ള പക ഉള്ളി വയ്ക്കുവാനല്ല. ഇന്ന് നിനക്കെതിരായി ദ്രോഹിക്കുന്നവരെ നിന്നെ ദൈവം ഒരു അനുഗ്രഹമാക്കി നിർത്തുന്ന ഒരു ടൈമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് അവർ മുഖാന്തരമാണല്ലോ ഞാൻ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നെന്നോർത്തോ പകയോ വിദ്വേഷങ്ങളോ വയ്ക്കാതവണ അവരെ ഉൾക്കൊള്ളുവാൻ. അവിടെയാണ് നിന്റെ മനസ്സിനെ ആ ഒരു പാകത്തിലേക്ക് ഒരുക്കി എടുക്കുമ്പോഴാണ് സ്തോത്രം ദൈവിക വാഗ്ദത്തങ്ങൾ നിന്റെ മേൽ വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയായിത്തീർന്നത്. 45 വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു, എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായിട്ട് ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പായി അയച്ചതാകുന്നു. ജോസഫിന്റെ വാക്കുകൾ പ്രിയ ദൈവമക്കളെ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. തന്റെ സ്വന്തം സഹോദരങ്ങളോട് പറയുകയാണ്, എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട. ഹല്ലേലൂയ. ഒരിക്കലും എന്ത് ചെയ്യുന്നു നമുക്ക് അവിടെ തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, തന്റെ സഹോദരങ്ങൾക്ക് ജോസഫിനെ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അവരെ സ്വപ്നം വരെ തന്റെ സഹോദരങ്ങൾ മറന്നുപോയ ഒരു അനുഭവമാണ്. കാരണം എന്താ, അവന് ഒരിക്കലും ഇങ്ങനെ വരുമെന്ന് അറിയത്തില്ല. അവർ ഇസ്മേലയുടെ കരത്തിൽ വിറ്റു. ആ കച്ചവടക്കാരുടെ മുമ്പിൽ കൊണ്ട് അവൻ തീരുമെന്നുള്ള ഒരു പ്രതീക്ഷയാ തന്റെ സഹോദരങ്ങൾക്ക്. പക്ഷേ ആ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ട് ഒരു ദിവസം തങ്ങളുടെ മുമ്പിൽ കടന്നു വരികയാ. ആള് മാറിയതുപോലെ അപ്പം കൊടുത്ത വസ്ത്രത്തെ എന്ത് ചെയ്യുന്നു, മൃഗങ്ങളുടെ സ്തോത്ര രക്തം മുക്കി അപ്പന്റെ അടുക്കൽ കൊടുത്തു. പക്ഷേ ഈ ലോകത്തിൽ അപ്പം കൊടുത്ത വസ്ത്രത്തെ അവർക്ക് നശിപ്പിക്കുവാനേ കഴിഞ്ഞുള്ളൂ. ആ വസ്ത്രത്തെ ഊരി അതിന്മേൽ ബ്ലഡ് പുലർത്തുമ്പോഴും സ്വർഗത്തിലെ ദൈവത്തിന്റെ ദർശനപ്രകാരം വാഗ്ദത്ത പ്രകാരം അവന്റെ മേൽ പതിയേണ്ട അല്ലെങ്കിൽ അവന്റെ മേൽ അണിയിക്കേണ്ട വസ്ത്രത്തെ ദൈവം തമ്പുരാൻ ഒരുക്കുക. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ ലോകത്തിലെ മനുഷ്യൻ നിനക്കെതിരായി തിന്മയായി പ്രവർത്തിക്കുമ്പോഴോ എന്റെ ദൈവം നിന്റെ മേൽ ചിലത് അണിയിക്കേണ്ടതിനായിട്ട്, ദൈവം നിന്റെ മേൽ ചിലത് തരേണ്ടതിനായിട്ട് ചിലതിനെ ദൈവം പണിതുകൊണ്ടിരിക്കുവാനായിട്ട് ഇടയെത്തിരും. ഹല്ലേലൂയ. അതിനെ ആർക്കും ഊരി മാറ്റാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതിനെ ആർക്കും റിമൂവ് ചെയ്ത് വെക്കാനായിട്ട് കഴിയത്തില്ല. കാരണം എന്താ, അധികാരത്തോടെ ഇട്ടതാ. മിസ്രൈമിന്റെ രണ്ടാമനവനായിട്ട് ഒരു കുപ്പായം അവന്റെ മേൽ തച്ചിടുവാനായിട്ട് ഇടയായി തീർന്നപ്പോ, അത് അണിയിക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോ
ഈ സഹോദരങ്ങൾക്ക് അവനെ തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ പറയട്ടെ, സ്തോത്രം, നിന്നെ തകർക്കാൻ നോക്കുന്ന സഹോദരങ്ങൾ നിന്റെ മേൽ കൈമാറിയ ദർശനത്തെയും സ്വപ്നത്തെയൊക്കെ മറന്നു പോയെന്നിരിക്കാം. പക്ഷേ നിന്റെ മേൽ കൈമാറിയ ദൈവം അതിനെ മറന്നു കളയത്തില്ല. ഓരോ ഘട്ടങ്ങളായിട്ട് ദൈവം നിന്നെ എന്ത് ചെയ്യുമെന്നറിയാമോ? അതിലേക്ക് കൊണ്ട് എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ സഹോദരങ്ങളെ തിരിച്ചറിഞ്ഞ ജോസഫ് അറിയാൻ കാരണം എന്താണ്? തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഘട്ടമാകുമ്പോൾ എൻ്റെ മേൽ കിടക്കുന്ന സ്വപ്നം പൂർത്തിയാകും. എൻ്റെ സഹോദരങ്ങൾ എൻ്റെ അടുക്കൽ വരും, എൻ്റെ അപ്പൻ എൻ്റെ അടുക്കൽ വരും. ഇതാ അവൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അത് കിടക്കുന്നത് കൊണ്ട് അവന് സഹോദരങ്ങൾ കണ്ടപ്പോൾ ഒരു പകയോ ഒരു വിദ്വേഷമോ ഒന്നും പുലർത്തുവാനായിട്ട് അവന് അവസരം കൊടുത്തില്ല. പ്രിയതേ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ചിലർ നിമിത്തമായിട്ട് ചില വേദനകൾ കടന്നു വന്ന് കാണുമായിരിക്കാം. ആ ഒരു വിദ്വേഷങ്ങൾ പകകളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറണം. സ്തോത്രം. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഞാൻ വായിച്ച പകത്തു പറഞ്ഞു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇന്ന് നീ അനുഭവിക്കുന്ന ചില വേദനകൾ, നിന്റെ ഭവനത്തിനകത്ത് നീ അനുഭവിക്കുന്ന ചില ഒറ്റപ്പെടലുകൾ, നിന്റെ ഭവനത്തിനകത്ത് നീ അനുഭവിക്കുന്ന ചില ഏകാന്തതകൾ, ഹല്ലേലൂയ, ചിലപ്പോൾ നിന്റെ മേൽ കൈമാറിയ ദർശനം, നിന്റെ മേൽ കൈമാറിയ വെളിപ്പാട്, നീ കേട്ട ദൈവിക ശബ്ദത്തിന് മുമ്പേ നീ ഒറ്റയ്ക്ക് ഇറങ്ങിക്കാണുമായിരിക്കാം. ഇത് മുഖാന്തരമായിട്ട് നിന്റെ ഭവനക്കാർ നിന്നെ അകറ്റി നിർത്തിയിട്ടുണ്ടായിരിക്കാം. പലരും പറഞ്ഞ് നിന്നെ ഭവനത്തിനകത്തുനിന്ന് പുറത്താക്കി കളഞ്ഞാണ്. നിനക്ക് ലഭിക്കേണ്ടത് പലതിനെ നശിപ്പിച്ച് കളഞ്ഞു കാണും. പക്ഷേ നീ അവരോട് വൈരാഗ്യം വെക്കേണ്ട, വിദ്വേഷം വെക്കേണ്ട. നീ അല്പസമയം ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് താണിരിക്കുക. നിന്നെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? അതേ സ്തോത്രം. ദൈവത്തിന്റെ ഹിതം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തേണ്ടതിനായിട്ട് നീ അനുസരണയോടെ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീൽ ഒന്ന് താണിരിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ അവൻ നിന്നെ തക്ക സമയത്ത് ഉയർത്തുവാനായിട്ടിടയത്തിനും നിനക്കെതിരായ ദോഷം പ്രവർത്തിക്കുന്നവർക്ക് നിന്നെ ഒരു അനുഗ്രഹമാക്കി നിർത്തുവാനായിട്ടിടയത്തിനും. ഇന്ന് നിന്റെ ഭവനക്കാർക്ക് നീ കൊള്ളാത്ത വ്യക്തിയായിരിക്കാം. സ്തോത്രം. പക്ഷേ നാളെ നിന്റെ ഭവനത്തിനകത്തേക്ക് നിന്നെ വിളിച്ചു ചേർക്കുന്ന ഒരു സമയം കടന്നു വരും. നിന്നോട് ആലോചന ചോദിക്കുന്ന ഒരു ടൈം കടന്നു വരും. സ്തോത്രം. നീ ഭാരപ്പെടണ്ട, നിരാശപ്പെടണ്ട. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ടാ ദൈവം നിന്റെ മേൽ ചില ദൗത്യങ്ങൾ കൈമാറിയത്. നിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിരിക്കും നിന്റെ ദൈവം അതിനകത്തുനിന്ന് വിളിച്ച് വേർതിരിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ കടന്നു വരുമ്പോഴും, ഒറ്റപ്പെടൽ കടന്നു വരുമ്പോഴും, ഏകാന്തത കടന്നു വരുമ്പോഴും നീ കർത്താവിൽ നിൽക്കുമെന്ന് അറിഞ്ഞിട്ടാ കർത്താവ് നിന്നെ ചിലതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്നത്. അതുകൊണ്ട് നീ ഭാരപ്പെടണ്ട. നിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട്, നിന്റെ കുടുംബത്തിന്റെ വിടുതലിനായിട്ട്. ഹല്ലേലൂയ. ഇന്ന് അവർക്കറിയത്തില്ല. പക്ഷേ ദർശനം ലഭിച്ച ദൈവ പൈതലേ, ദൈവശബ്ദം കേട്ട ദൈവ പൈതലേ, നീ തിരിച്ചറിയണം. സ്തോത്രം. നിന്റെ ദൈവം പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ എന്നെ അവർക്ക് വേണ്ടി ഉപയോഗിക്കുമെന്ന് നീ മനസ്സിലാക്കുവാൻ തയ്യാറാക്ക. ആ ഒരു ഉറപ്പോടെ നിൽക്കുവാൻ തയ്യാറാക്ക. അതുകൊണ്ട് തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തേണ്ടതിനെ ദൈവത്തിന്റെ ബലമുള്ള കൈക്ക് താണിരിക്കുക തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്ന. സ്തോത്രം. പ്രിയതേ മക്കളെ, അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വരുന്ന ഓരോ പ്രശ്നങ്ങളുടെ നടുവിലും ദൈവം നിന്റെ കൂടെ ഇരുന്ന് നിന്നെ ജയത്തോടെ നടത്തുവാനായിട്ടിടയത്തിലും നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അല്പസമയത്തേക്കായിരിക്കാം ഈ ഒരു അനുഭവം നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത്. അവിടെ നീ നിരാശപ്പെട്ടു പോകാതെ, നീ തകർന്നു പോകാതെ കർത്താവിന്റെ കരങ്ങളിൽ ഒന്ന് ആശ്രയിക്ക. പ്രശ്നങ്ങളും പ്രതികൂലങ്ങൾ കടന്നു വന്നപ്പോഴും ജോസഫ് ദൈവത്തെ മാനിച്ചു. ജോസഫ് ദൈവത്തെ ബഹുമാനിക്കുവാനായിട്ടിടയായി തീർന്നു. ആ ജോസഫിനെ ദൈവം മിസ്രയീമിൽ രണ്ടാമനായിട്ട് ഉയർത്തി. ഇന്ന് ലോകം നിന്നെ താഴ്ത്തിക്കളയുമ്പോൾ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവം ഉണ്ട്. ഹല്ലേലൂയ. എന്ന് നീ താഴ്ന്നിരിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. മനുഷ്യൻ നിന്നെ താഴ്ത്തുവാൻ നോക്കും തോറും നിന്നെ ദൈവം ഉയർത്തുന്ന ഉയർച്ച ഏറ്റവും വലുതായിരിക്കും. മനുഷ്യർക്ക് ചിന്തിക്കാൻ പറ്റാത്തതിനപ്പുറമായി, മനുഷ്യർക്ക് നിർണയിക്കാൻ പറ്റാത്തതിനപ്പുറമായി, മനുഷ്യരുടെ ബുദ്ധികൾക്ക് അപ്പുറമായിട്ട്. ഹല്ലേലൂയ.
ആ ഒരു ഉയർച്ചയാണ് ജോസഫിന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോ തന്റെ സഹോദരങ്ങൾക്ക് എന്ത് ചെയ്യുന്നു അത് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. മനുഷ്യരുടെ വിചാരങ്ങൾക്കും നിരൂപണങ്ങൾക്കും അപ്പുറമായിട്ട് ദൈവത്തിന്റെ ഒരു ഉയർച്ച നിന്റെ ജീവിതത്തിനകത്തേക്ക് വെളിപ്പെടുന്ന ഒരു ഘട്ടമത്രേ. സ്തോത്രം. ചിലതിനകത്തേക്ക് നിന്നെ വലിച്ചിടുമ്പോ ലോകം ചിന്തിച്ചിരിക്കാം, ഇവിടെ കൊണ്ട് ഇവ തീരും, ഇവിടെ കൊണ്ട് അവസാനിക്കും. ഹല്ലേലൂയ. നോ, അവിടെ കൊണ്ട് തീർക്കുന്ന ഒരു ദൈവമല്ല, അവിടെ നിന്ന് കയറ്റുന്ന ഒരു ദൈവമുണ്ട്, അവിടെ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ട് വരുന്നത് എവിടെയാ? നിന്റെ സ്വപ്നത്തിന്റെ പൂർത്തീകരണത്തിലാക്കിയ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. വാഗ്ദത്തം നിന്റെ മേൽ കിടക്കുമ്പോ, ദൈവിക ദർശനങ്ങൾ നിന്റെ മേൽ കിടക്കുമ്പോ, ദൈവിക അരുളപ്പാടുകൾ നിന്റെ മേൽ കിടക്കുമ്പോ, ലോകം നിന്നെ പകച്ചെന്നിരിക്കാം, ലോകം നിന്നെ പലതിലേക്ക് തള്ളിയിട്ടെന്നിരിക്കാം, ലോകം നിന്നെ ഉൾക്കൊള്ളാതിരുന്നിരിക്കാം. ഹല്ലേലൂയ. പക്ഷേ ദൈവം നിന്നെ ഉൾക്കൊള്ളും. ദൈവം നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുവാനായിട്ട് ഇടയെത്തിരും. ഈ പകൽക്കാലം വിശ്വസിക്കാമോ? നിന്റെ ജീവിതത്തിൽ തിന്മയ്ക്കായിട്ട് ശത്രു കൊണ്ടുവരുന്നതിനെ നിന്റെ മേലുള്ള ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടുള്ള ദൈവിക വാഗ്ദത്തമാക്കി, ദൈവത്തിന്റെ പദ്ധതിയാക്കി ദൈവം മാറ്റും. ഹല്ലേലൂയ. അതേ, തിന്മയ്ക്കായി കൊണ്ടുവരുന്നതിനെ ദൈവിക ഹിതം, ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറ്റാനായിട്ടുള്ള ഒരു മാർഗമാക്കി ദൈവം ചേഞ്ച് ചെയ്യിപ്പിക്കും. സ്തോത്രം. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഈ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോ നിങ്ങൾ ഒറ്റപ്പെട്ട അനുഭവത്തിലായിരിക്കും കടന്നു പോകുന്നത്. കർത്താവിനെ അറിഞ്ഞത് മുഖാന്തരമായിട്ട്, കർത്താവിന്റെ സ്നേഹത്തിലേക്ക് വന്നത് മുഖാന്തരമായിട്ട്. പ്രിയ ദൈവമക്കളെ, ഭാരപ്പെടണ്ട, ഇതൊരു നന്മയ്ക്കാ. ഹല്ലേലൂയ. ഇന്ന് നീ വേദന അനുഭവിക്കുമ്പോഴും നാളെ നീ ചിലത് കൊയ്യാൻ പോകിയ, നീ ചിലതിനെ നേടാൻ പോകിയ. ഹല്ലേലൂയ. നിന്നെ മറ്റുള്ളവരൊരു അനുഗ്രഹം എന്ന് പറയത്തക്ക രീതിയിൽ എന്റെ സഹോദരൻ, എന്റെ സഹോദരി, എന്റെ കുടുംബത്തിനൊരു അനുഗ്രഹമാണ്, എന്റെ രാജ്യത്തിനൊരു അനുഗ്രഹമാണ് എന്ന് പറയത്തക്ക രീതി ദൈവം നിന്റെ ലേബനെ മാറ്റുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അവിടെ മിസ്രൈമില് ഒരു അനുഗ്രഹമാക്കി നിർത്തി. ആ ഒരു ക്ഷാമകാലത്ത് ഈ സഹോദരങ്ങൾക്കൊരു അനുഗ്രഹമാക്കി നിർത്തി, തന്റെ അപ്പനൊരു അനുഗ്രഹമാക്കി നിർത്തി. പ്രിയ ദൈവമക്കളെ, ഒരു ഘട്ടം നിനക്കൊരു താഴ്ചയുണ്ടെങ്കിൽ നിന്നെ ഒരു അനുഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിനകത്ത് എന്തെന്ന് പറയുന്നത് ഏതൊക്കെ അനുഭവത്തിൽ കൂടി നീ കടന്നു പോയാലും ദൈവിക പ്രവൃത്തിയുടെ അനുഭവത്തിലായിരിക്കും. സ്തോത്രം. അവിടെ എന്തെന്ന് പറയുന്നത് ദൈവം നിന്റെ മേൽ കൈമാറിയ ദർശനത്തിന്റെ വെളിപ്പാടിന്റെ പൂർത്തീകരണത്തിലായിരിക്കും. അതിനു മുമ്പേ നീ ഒത്തിരി മേഖലയിൽ കൂടി ചിലപ്പോൾ കടന്നിരിക്കാം. കണ്ണുനീരും ദുഃഖവും പ്രയാസവും താഴ്ചയൊക്കെ കടന്നു വന്നിരിക്കാം. നിന്റെ ഉള്ളിൽ ഒത്തിരി വേദനകൾ കടന്നു വന്നിരിക്കാം, ഒത്തിരി പ്രയാസങ്ങൾ കടന്നു വന്നിരിക്കാം. നിനക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ചില പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കാം. സ്തോത്രം. നിന്റെ കൂടെ നിൽക്കേണ്ടവർ, നിന്നെ ചേർത്തണയ്ക്കേണ്ടവരൊക്കെയും നിന്നെ തള്ളിക്കളയുന്ന അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം വിശ്വസിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് സകലവും നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഇന്ന് അതിന്റെ മധ്യത്തിൽ കൂടി കടന്നു പോകുമ്പോ നിനക്ക് പറയാനായിട്ട് കഴിയത്തില്ല. പക്ഷേ നീ ഒന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം, എന്റെ മേൽ കിടക്കുന്ന സ്വപ്നത്തിലേക്കുള്ള ഒരു യാത്രയാണ്, എന്റെ മേൽ കിടക്കുന്ന സ്വപ്നത്തിലേക്കുള്ള ഒരു എൻട്രിയാണ് ഈ പ്രതികൂലം എന്ന് ഞാൻ നിങ്ങൾ തിരിച്ചറിയുമ്പോ നാം എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരുടെ വൈരാഗ്യം വയ്ക്കത്തില്ല, മറ്റുള്ളവരുടെ ദേഷ്യം കാണിക്കത്തില്ല. നാം ക്ഷമിക്കുവാനായിട്ട് ഇടയത്തിരും, നാം പൊറുക്കുവാനായിട്ട് ഇടയത്തിരും. അതുകൊണ്ടാ തന്റെ സഹോദരങ്ങളെ കണ്ടപ്പോ താൻ പൊട്ടിക്കരഞ്ഞു. തനിക്ക് അങ്ങോട്ട് പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിഞ്ഞില്ല. സ്തോത്രം. നിന്റെ ജീവിതത്തെ ഏതെല്ലാം പ്രയാസത്തിൽ കൂടി കടന്നു പോയാലും ദൈവം കൈമാറിയ സ്വപ്നത്തെ നീ മറന്നു പോകല്ലേ. നിന്നെ കേൾപ്പിച്ച ദൈവിക ശബ്ദത്തെ നീ മറന്നു പോകരുത്. അതിനെ നീ മുറുകെ പിടിച്ചു കൊള്ളണം. അതിനെ നീ ധൈര്യത്തോടെ അതിലേക്ക് എത്തുമെന്നുള്ള ഒരു ഉറപ്പും വിശ്വാസവും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയത്തിരണം. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ,
നീ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണോ? നിന്റെ ജീവിതത്തിനകത്ത് സകലതും നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്നത്തെ നീ അനുഭവിക്കുന്ന ചില വേദനകൾ, ചില ഏകാന്തതകൾ, ചില ഒറ്റപ്പെടലുകൾ നിന്റെ ഭവനത്തിനകത്ത് നീ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. നിന്റെ ഭവനത്തിനകത്ത് നല്ലൊരു കാര്യം നടക്കുമ്പോൾ ചിലപ്പോൾ നിന്നെ ഉൾക്കൊള്ളിക്കുന്നില്ലായിരിക്കാം. ഹല്ലേലൂയ. നിന്നെ തിരഞ്ഞു വരുന്നൊരു സമയമുണ്ട്, നിന്നെ തേടി വരുന്നൊരു സമയമുണ്ട്. പ്രിയതേ മക്കളെ, ആ കർത്താവിന്റെ ഹിതം നിന്റെ ജീവിതത്തിൽ നിറവേറുന്ന ഒരു ടൈമുണ്ട്. ആ ടൈം നിന്റെ ജീവിതത്തിൽ ലഭിച്ച നന്മയെ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാക്കി തീർക്കും ദൈവം. ഹല്ലേലൂയ. ചില വിലകൾ കൊടുത്താൽ മാത്രമേ ചിലതിനെ കൂടെ നേടാനായിട്ട് കഴിയത്തുള്ളൂ. ചിലതിൽ കൂടെയൊക്കെ ഞാനും നിങ്ങൾ കടന്നു പോയാൽ മാത്രമേ നമുക്ക് ചിലതിനെ നേടാനായിട്ട് കഴിയത്തുള്ളൂ. കർത്താവ് യേശുക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. താൻ ഒത്തിരി വേദന അനുഭവിച്ചു. കാൽവരി ക്രൂശിൽ അവസാനത്തുള്ളി രക്തം വരെയും എനിക്കും നിങ്ങൾക്കും വേണ്ടി ചിന്തേണ്ടി വന്ന ഒരു അനുഭവം. സ്വന്തക്കാർ പോലും തന്നെ ചേർത്തണച്ചില്ല. എന്തിനു വേണ്ടി? അവിടെയൊക്കെയും കർത്താവ് പിറുവിറുക്കാൻ നിന്ന് കൊടുത്ത എന്തിനെന്നറിയാമോ? എന്നെ നിങ്ങളെ വിടുവിക്കുന്നതിന് വേണ്ടി. സ്തോത്രം. മാനവരക്ഷയുടെ വിടുതലിന് വേണ്ടി കർത്താവ് കാൽവരി ക്രൂശ് അവസാനത്തുള്ള രക്തം വരെ ചിന്തി. ഒരു മടിയും കൂടാതെ, ഒരു പിറുവിറുപ്പും കൊടുക്കാതെ പിതാവിന്റെ ഹിതത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാണല്ലോ ഞാനും നിങ്ങൾ ഇന്ന് ആ ഒരു വീണ്ടെടുപ്പിലേക്കും രക്ഷയിലേക്കും കടന്നു വന്നത്. അങ്ങനെ പ്രിയ ദൈവമക്കളെ, ആ കർത്താവ് നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ചിന്തിയെങ്കിൽ നാം മറ്റുള്ളവരുടെ വിടുതലിന് വേണ്ടി ഒരല്പം ത്യാഗം സഹിച്ചാൽ ചിലതിനെ കൂടെ നേടാനായിട്ട് കഴിയും. ഹല്ലേലൂയ. മറ്റുള്ളവർ നിന്നെ ദ്രോഹിച്ചെന്നിരിക്കാം, മറ്റുള്ളവർ നിന്നെ തള്ളിക്കളഞ്ഞെന്നിരിക്കാം. പക്ഷേ ചിലതിനകത്തൊന്ന് നിന്നു കൊടുക്കുവാൻ നിനക്ക് കഴിയുമോ? നിന്റെ സഹോദരങ്ങളുടെ വിടുതനായി, നിന്റെ കൂടെ നടക്കുന്നവരുടെ ചിലരുടെ വിടുതനായി, നിന്റെ ചുറ്റുപാടുമുള്ള ചിലതിന്റെ വിടുതനായിട്ട് കർത്താവ് നിന്നെ കണ്ടിട്ട് അതിനകത്തുനിന്ന് കർത്താവ് നിന്നെ പുറത്തെടുത്തുവെങ്കിൽ ഈ പകൽക്കാല കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവത്തിന്റെ ഹിതം എന്റെ ജീവിതത്തിനകത്ത് നിറവേറണമേ എന്ന് ഏൽപ്പിച്ചു കൊടുത്ത് നാം പ്രാർത്ഥനയോടെ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നുവെങ്കിൽ പ്രിയ ദൈവമക്കളെ, നേരത്തേക്കുള്ള കഷ്ടങ്ങൾ ലഘുവാക്കിക്കൊണ്ട് കർത്താവ് നിന്നെ ഒരു അത്ഭുതമാക്കി നിർത്തുവാനായിട്ടിടയെത്തിരും. അനേക പേർക്കൊരു അനുഗ്രഹമാക്കി ദൈവം നിർത്തുവാനായിട്ടിടയത്തിരും. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, 2024 നീ ഒത്തിരി വേദനകൾ അനുഭവിച്ചു കാണും, ഒത്തിരി ഞെരുക്കങ്ങൾ അനുഭവിച്ചു കാണും. നിന്നെ സ്നേഹിച്ചിരുന്നവരിൽ നിന്ന് നിനക്ക് വളരെയധികം പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന ഒരു അവസരം കാണുമായിരിക്കാം. പക്ഷെ ഈ 2025 ഞാൻ പറയട്ടെ, ചില വിടുതലായിട്ട് ദൈവം നിന്നെ നിർത്താൻ പോകുക. നിന്നെ ആരൊക്കെ ദ്രോഹിച്ചുവോ, നിന്നെ ആരൊക്കെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചുവോ, ആരൊക്കെ നശിപ്പിച്ചു കളയുവാൻ പദ്ധതിയിട്ടോ, അവർക്കൊക്കെയും നിന്നെ ദൈവം ഒരു അനുഗ്രഹമാക്കി തീർക്കാൻ പോകുക. ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ഒരു തലത്തെ ദൈവം തമ്പുരാൻ തുറക്കാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, ദൈവം തമ്പുരാൻ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നത് പോലെ ദൈവം ചേഞ്ച്. നീ വിശ്വസ്തയോടെ കർത്താവിന്റെ സന്നിധിയിൽ നിന്നാ പ്രശ്നങ്ങളുടെ പ്രതികൂലത്തിന്റെ ഒറ്റപ്പെടന്റെ നടുവില് നീ ദൈവിക വാഗ്ദത്തമുള്ള ദൈവ പൈതൽ പിറുപിറുപ്പ് കൂടാതെ ദൈവത്തെ മാനിച്ച്, ദൈവത്തെ ബഹുമാനിച്ച് നീ ദൈവത്തിന് നിൽക്കുവാൻ തയ്യാറായ ദൈവം നിന്നെ മാനിക്കും. ഹല്ലേലൂയ. ദൈവം നിന്നെ ഉയർത്തുവാനായിട്ടിടയത്തിരും. ദൈവം നിന്നെ പലർക്കും ഒരു അനുഗ്രഹമാക്കി നിർത്തുവാനായിട്ടിടയത്തിരും. ഹല്ലേലൂയ. മറ്റാർക്കുമില്ലാത്തൊരു കോളിങ് നിന്റെ മേൽ ഉണ്ടെങ്കിൽ, മറ്റാർക്കുമില്ലാത്ത ചില നിയോഗങ്ങൾ നിന്റെ മേലുണ്ടെങ്കിൽ നിന്നെ ലോകത്തിന് ഉൾക്കൊള്ളുവാൻ കഴിയത്തില്ല. പക്ഷേ നിന്നെ ഉൾക്കൊള്ളുന്ന ഒരു ടൈമിലേക്ക് ദൈവം ചേഞ്ച് ചെയ്യിപ്പിക്കുവാനായിട്ടിടയത്തിരും. ഇന്ന് നീ പറയുന്ന വാക്കുകൾ അവർക്ക് എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ വിരസത ഉണ്ടാക്കുന്നതായിരിക്കാം. അത് മുഖാന്തരം നീ പക അനുഭവിക്കേണ്ടി വന്നിരിക്കാം, ശാസനകൾ അനുഭവിക്കേണ്ടി വന്നിരിക്കാം. പക്ഷേ നീ പറഞ്ഞത് കറക്റ്റായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു ടൈമുണ്ട്. ആ ടൈം എത്തുന്നത് വരെയും നീ ദൈവത്തിന്റെ കീഴിലൊന്ന് താണിരിക്കേ, ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് സറണ്ടർ ചെയ്ത് കൊടുക്ക. ഹല്ലേലൂയ. നിന്റെ ചരിത്രത്തെ ദൈവം മാറ്റുവാനായിട്ടിടയത്തിരും. എന്നും നിനക്ക് പൊട്ടക്കിണറല്ല, എന്നും നീ അടിമയായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കാനല്ല, എന്നും നീ കാരാഗൃഹത്തിൽ കിടക്കാനായിട്ടല്ല. കാരാഗൃഹത്തിൽ ജോസഫ് കിടക്കുമ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്തുകൊണ്ട് ആ കാരാഗൃഹം വന്ന് നമുക്ക് ചിന്തിക്കാം, ചോദിച്ചെന്നിരിക്കാം. പക്ഷേ പറയട്ടെ, ആ കാരാഗൃഹമാണ്
തൻ്റെ ഉള്ളിലേക്ക് കൊടുത്തതായ ദൈവിക ദർശനത്തിന്റെ എൻട്രി എന്ന് പറയുന്നത് അവിടെ കിടന്നുകൊണ്ടാണല്ലോ പാനപാത്രം പ്രമാണിക്ക് സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുത്തത്. ഓ ജീസസ്, ഹല്ലേലൂയ. അത് നിന്റെ മേൽ കൈമാറിയ ചിലതുണ്ടല്ലോ, അത് തെളിയിക്കുന്ന ഒന്നത്രേ കാരാഗ്രഹം. ഹല്ലേലൂയ. നിന്റെ സ്വപ്നത്തിലേക്കുള്ള എൻട്രി എത്രേ കാരാഗ്രഹം എന്ന് പറയുന്നത്. അതിനെ നീ ഭാരപ്പെടരുതേ, നിരാശപ്പെടരുതേ. ഹല്ലേലൂയ. നിന്റെ നിരപരാധിത്വത്തിനകത്തായിരിക്കാം ചില കാരാഗ്രഹം കടന്നു വരുന്നത്. നീ ചെയ്യാത്ത തെറ്റുകുറ്റത്തിനായിരിക്കാം. പക്ഷെ ദൈവത്തിനെ നിന്റെ മേൽ പകർന്ന് തന്നതിനെ ദൈവത്തിന് പുറത്തെടുക്കണം. ആ ഒരു സ്വപ്നത്തിന്റെ വ്യാഖ്യാനമാണല്ലോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ജോസഫിനെ പുറത്തു കൊണ്ടുവന്ന് മാനിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ നിന്റെ സ്വപ്നത്തിന്റെ എൻട്രി എന്തെന്ന് ദൈവം നിന്റെ ഉള്ളിൽ തന്നിട്ടുണ്ട്. അതിന് എപ്പോഴാണ് പുറത്തെടുക്കേണ്ടതെന്ന് ദൈവത്തിനറിയാം. അതിനുള്ള സാഹചര്യം ഒരുക്കി. ചിലപ്പോൾ അത് കാരാഗ്രഹമായിരിക്കാം. നീ ചെയ്യാത്ത ചില തെറ്റുകുറ്റത്തിന് നീ ശിക്ഷ അനുഭവിക്കുന്ന അനുഭവത്തിലായിരിക്കാം. പക്ഷെ അവിടെയും നീ വിശ്വസ്തനായിരുന്നാൽ, നീ ദൈവത്തെ ബഹുമാനിച്ച, നീ ദൈവത്തെ ആദരിച്ചാൽ, ഹല്ലേലൂയ, നിന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നൊരു ദൈവമുണ്ട്. അങ്ങനെ ഈ പൽക്കാലം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നിന്റെ ജീവിതത്തിലെ ചില വേദനകൾ, ചില പ്രയാസങ്ങൾ, ചില ഒറ്റപ്പെടലുകൾ നിന്നെ തകർത്ത് കളയുവാനല്ല. ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവ പൈതലേ, അതിനെ നന്മയ്ക്കാക്കി കൂടി വ്യാപരിക്കുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യൻ നിനക്കെതിരായി ചെയ്യുന്ന ദോഷപ്രവൃത്തികളെ ദൈവത്തിന്റെ വാഗ്ദത്തം നിന്റെ മേൽ നിറവേറ്റുവാനായിട്ടുള്ള ഒരു മാർഗമാക്കി ദൈവം മാറ്റുവാനായിട്ടിടയത്തിനും. ശത്രു സകല തിന്മയ്ക്കായിട്ട് നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോ അതിനെ നന്മയ്ക്കാക്കി തീർക്കും. നിന്റെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തത്തെ ഈ ലോകത്തിലെ ഒരു ശത്രുവിന് തകർക്കുവാൻ കഴിയില്ല. വാഗ്ദത്തം കൈമാറിയത് സ്വർഗത്തിലെ ദൈവമാണോ? ശത്രു എത്ര തന്നെ അതിനെതിരായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, എത്ര നിയമ കുടുക്കുകൾ അതിനകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അതിനെയൊക്കെ ഭേദിപ്പിച്ച് കളഞ്ഞുകൊണ്ട്, അതിനെയൊക്കെ നശിപ്പിച്ച് കളഞ്ഞുകൊണ്ട് നിന്റെ പുറത്തെടുക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അങ്ങനെ ഈ പകൽക്കാലം പറയട്ടെ, ഈ 2025 നിന്റെ മേൽ കൈമാറിയ ചില ദർശനങ്ങൾ, ചില വെളിപ്പാടുകൾ, ചില സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു വർഷമത്രേ. നിന്നെ തകർക്കുവാൻ നോക്കിയവർക്ക്, നിന്നെ പരാജയപ്പെടുത്തുവാൻ നോക്കിയവർക്ക്, നിന്റെ മേൽ കിടക്കുന്ന ദർശന എന്തായി തീരുമെന്ന് പറഞ്ഞ് നിന്റെ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കിയവർക്ക് നിന്നെ അനുഗ്രഹമാക്കി നിർത്തുന്ന ഒരു വർഷമത്രേ. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രവിക്കുന്ന അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഓരോ തിന്മ പ്രവൃത്തികളെയും നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവത്തിന്റെ കരം ചലിക്കട്ടെ. ദൈവജനം ഉറക്കട്ടെ. കർത്താവേ, ഇവരുടെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തം വലുതാണല്ലോ കർത്താവേ. ആ ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് എത്തുവാനുള്ള എൻട്രിയാക്കി, മാർഗമാക്കി, മനുഷ്യരുടെ ദോഷപ്രവർത്തികളെ, ശത്രുവിന്റെ പദ്ധതികളെ ദൈവം തമ്മിൽ അതാക്കി ചേഞ്ച് ചെയ്യിപ്പിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. അത് ദൈവജനം തിരിച്ചറിയട്ടെ. അതിലേക്ക് അവർ കടക്കട്ടെ കർത്താവേ. ചില വാഗ്ദത്തം കൂടെ പൂർത്തീകരണങ്ങൾ, ചില ദർശനങ്ങളുടെ പൂർത്തീകരണങ്ങൾ, ഇവരെ ദ്രോഹിച്ചതായ, ഇവരെ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കിയതായ അവർക്ക് ഇവരൊരു അനുഗ്രഹമാക്കി തീർക്കുന്ന ഒരു വർഷമായി തീരട്ടെ കർത്താവേ. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്ര മഹത്വം അങ്ങേക്കായി തരുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേ, ആമേ, ആമേ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.